എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഞാൻ ഇന്ന് തൊട്ട് എൻ്റെ ഓർമ്മകൾ ഞാൻ എല്ലാവരോടും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് തുടക്കം എൻ്റെ മൂത്ത അമ്മാവൻ രാജമ്മാവൻ അമ്മാവൻ്റെ ഒരു എഴുത്തിൽ നിന്നാണ് ഞാനിത് തുടങ്ങുന്നത്. എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ എഴുത്തിലേക്ക് പോകണം. ഞാൻ കാണിക്കുകയാണ്. ഇതാണ് എഴുത്ത്. ഈ എഴുത്ത് 5/11/92 പാലക്കാട് നിന്ന് അമ്മാവന് പകരം അമ്മായി എഴുതിയതാണ്. കുസുമമ്മായി. എൻ്റെ അമ്മാവൻ്റെ പേര് രാജനച്ഛൻ. ഞാൻ അധികം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. എൻ്റെ ഈ എളിയ ഒരു എഴുത്ത് ഞാൻ നിങ്ങളെ വായിച്ചു. മനസ്സിന് വളരെ തട്ടുന്നതാണ്. ആ വിഷമങ്ങളും അമ്മാവൻ്റെ വിഷമം, അമ്മാവന് വരാൻ പറ്റാത്തതും അമ്മാവന് വരാൻ അമ്മായി എഴുതിയുമായിട്ടുള്ള എഴുത്താണ്. ഡിയർ ദിലീപ്, 5/11/92 പാലക്കാട്. കുട്ടൻ്റെ ചങ്ങാതി ഗോപി മുഖാന്തരം അമ്മയുടെ മരണവാർത്ത അറിഞ്ഞു. ഈശ്വരൻ്റെ അടുക്കൽ സുഖമായിട്ടിരിക്കട്ടെ. പാവം എത്ര കാലമായി മാനസികമായി ബുദ്ധിമുട്ടി ജീവിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആനന്ദകുമാറിൻ്റെ ഫോണും ഉണ്ടായി. രാജേട്ടൻ കേട്ടതും ആകെ വല്ലാതെ വിഷമമായി പോയി കിടന്നു. കുട്ടൻ്റെ വീട്ടിൽ വെച്ച് തന്നെ അല്ലേ മരണമുണ്ടായത്. ദേവി ചേച്ചി ആ സമയത്ത് അവിടെ ഉണ്ടായത് വളരെ നന്നായി. പിന്നെ ഞങ്ങൾ രാത്രി വിളിച്ചിരുന്നു. അപ്പോൾ ആരും എടുക്കുന്നില്ല. എല്ലാവരും ദിലിയുടെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവും എന്ന് കരുതി. ഉണ്ണികൃഷ്ണൻ അപ്പോഴാണ് വിവരമറിഞ്ഞത്. ആനന്ദകുമാറിൻ്റെ ഫോൺ ചെയ്തപ്പോൾ ഉണ്ണികൃഷ്ണൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ദിലിയും വിമലയും കുട്ടികളും അടുക്കത്തന്നെ ഉണ്ടായിരുന്നുവല്ലോ. നിങ്ങൾ രണ്ടുപേരും അമ്മയുടെ കൂടെ എന്നുള്ള അനുഗ്രഹം തീർച്ചയായിട്ടും കിട്ടും എന്നുള്ളതിന് സംശയമില്ല. അമ്മാവൻ എപ്പോഴും അത് പറയും. നമ്മൾക്ക് അവരുടെ അനുഗ്രഹം കിട്ടിയാൽ മതി. പിന്നെ അതിലും വലിയൊരു കാര്യം ഒന്നുമില്ല. കുട്ടൻ്റെ മനസ്സ് വിഷമിക്കാതിരിക്കാം. അമ്മാവന് പറ്റാത്തത് കൊണ്ടാണ് അമ്മായി എഴുതുന്നത്. സൂരജ് കാര്യങ്ങൾ അറിയായതുകൊണ്ട് മോന് വിഷമമുണ്ടാവില്ലേ? സുഹാസിനി മോൾ എന്തു പറയുന്നു? 2 കുട്ടികളും സുഖമായിരിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷിക്കുന്നു. അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി തരുന്നു. അമ്മാവന് വയ്യാത്തത് കൊണ്ട് ഉടനെ ഒന്ന് കാണുവാൻ പറ്റാത്ത സ്ഥിതിയാണ്. സൗകര്യം പോലെ കണ്ടുകൊള്ളാം എന്ന് സ്നേഹപൂർവം അമ്മായി. വളരെ ഹൃദയസ്പർശിയായിട്ട് മനസ്സിന് തട്ടുന്നതും ഓർമ്മകളുമാണ്. ഈശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.